ഹലോ ഗായ്സ്, ഫേസ്ബുക്കിൽ ഞങ്ങളുടെ റെസിപ്പി ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയതിനെ തുടർന്ന് യൂട്യൂബിൽ നിന്ന് ഞങ്ങൾ പുതിയൊരു സാധനം എടുത്തിട്ടുണ്ട്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ അമ്മമാരുടെ എല്ലാവരുടെയും പ്രശ്നമാണ് പിറ്റേ ദിവസം രാവിലെ എന്തുണ്ടാക്കുമെന്ന്. അപ്പം നമ്മൾ പ്ലാനൊന്നും ചെയ്യാണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു അപ്പത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അരിയൊന്നും തലേദിവസം അരച്ച് വെക്കാണ്ട് എങ്ങനെ അപ്പം ഉണ്ടാക്കാമെന്ന്. മമ്മി പറഞ്ഞോ, റെസിപ്പി പറ. ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്ത് വെള്ളത്തിൽ കലക്കി എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം കലക്കില്ല, ഒരുമാതിരി കലക്കി വെച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ച് പിന്നെ നമ്മള് 1 പിടി അരിപ്പൊടി എടുത്ത് കപ്പി കാച്ചി പച്ചവെള്ളത്തിൽ കലക്കി മറ്റേത് കലക്കി വെച്ച് മാറ്റി വെച്ചിട്ട് അപ്പൊ നമ്മളൊരു വേറെ ഒരു പാത്രത്തിൽ 1 പിടി അരിപ്പൊടിയോളം എടുത്ത് പച്ചവെള്ളത്തിൽ കലക്കി നമ്മളത് കപ്പി കാച്ചി 2 മിനിറ്റ് മതി കപ്പി കാച്ചി വെച്ച്. അത് കഴിഞ്ഞ് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കലക്കി വെച്ച അരിപ്പൊടിയും പിന്നെ ഇത് വെച്ച നമ്മൾ കപ്പി കാച്ചിയ കപ്പിയും കൂടി അതിൻ്റെ അകത്തിട്ട് നല്ലോണം അടിച്ച് നമ്മൾ എടുക്കണം, മിക്സിയിൽ അതിൻ്റെ അകത്ത് ഞാൻ ലേശം ഈസ്റ്റ്, നല്ല ഈസ്റ്റ് ആയിരിക്കണം, അത് തണുത്തതായിരിക്കരുത്. എല്ലാം നമ്മൾ ചൂടുവെള്ളത്തിൽ ചെയ്യാവുള്ളൂ, ചെറു ചൂടുവെള്ളത്തിൽ. ഓക്കെ. എന്നിട്ട് ലേശം പഞ്ചസാരയും കൂടി ഇട്ട് അടിച്ച് ഒരു ഇച്ചിരി ഉപ്പുപൊടിയും കൂടി ഇട്ട് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഉപ്പുപൊടിയും ചേർത്ത് കലക്കി വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചില്ലേ? ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയ്ക്ക് തീ വില, അതുകൊണ്ട് നമുക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കും. നല്ല ടേസ്റ്റ് ആണ്. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല മയവും കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും. കലക്കി വെച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ടോട്ടൽ ഇപ്പൊ എത്ര സമയം എടുക്കും ഇത്? ഞാനിപ്പോ കലക്കി വെച്ചിട്ട് ഒരു 3/4 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പം പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നമ്മള് രാവിലെ കഴിഞ്ഞിട്ട് ഇത് കലക്കി വെച്ചിട്ട് മറ്റുള്ള പണിയൊക്കെ ചെയ്തിട്ടുമ്പോ അപ്പത്തിന് റെഡിയാവും. സെറ്റാണ്, നല്ല സോഫ്റ്റ് അപ്പ. നല്ല സോഫ്റ്റ്. ഞങ്ങൾ ഇതുപോലെ അപ്പം ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തൊടമ്പളേ മുറിഞ്ഞു പോകുന്ന രീതിയിലായിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആണ്, മറ്റേ അപ്പത്തിനേക്കാളും സോഫ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയത്. എല്ലാത്തിനെയും കൂടെ കഴിക്കാം. ഞങ്ങൾ ഗ്രീൻ പീസുകാരോട് സോറി, ഞങ്ങൾ കടലക്കറിയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ ഓക്കെ.